നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ കുറെ പേര് ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. എവിടേക്ക്? അത് 2-3 പേരുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഒരു വാനില ശ്രീകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. ശ്രീകുട്ടി എന്ന് പറയുമ്പോ അശ്വതിയുടെ മോളല്ലേ? അതെ. ആ കുട്ടി നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ വന്നു? അത് എന്റെ ഏട്ടൻ വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നതാ. വഴിയിൽ നിന്ന് കിട്ടിയ കുട്ടി നന്നായിട്ടുണ്ടല്ലോ. ഇതെന്താ വഴിയിൽ നിന്ന് ഇത്ര ഈസി ആയിട്ട് കിട്ടാൻ? വല്ല പൂച്ചയോ പട്ടിക്കുഞ്ഞോ വല്ലോ ആണ്? സ്ത്രീക്കുട്ടി എന്ന് പറയുമ്പോ ഒരു മനുഷ്യക്കുട്ടിയല്ലേ? നിങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത കുട്ടിയെ വീട്ടിലെങ്ങനെയാ താമസിപ്പിക്കുക? എന്നിട്ട് ആ വിവരം പോലീസിനെ അറിയിച്ചോ? ഇല്ല. അതെന്താ? അല്ല, അങ്ങനെയൊന്നും ആലോചിച്ചില്ല. ആലോചിക്കണമല്ലോ. അപ്പോ അശ്വതി എവിടെയുണ്ടെന്ന് അരുണിനറിയാം? ഇല്ല. അത് വെറുതെ. എവിടെയാ അശ്വതി? ആദ്യം അത് പറയും. സാറേ, അതൊന്നും എനിക്കറിയില്ല. ഇപ്പോ ശ്രീകുട്ടിയെ കാണാനില്ല. വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതൊക്കെ ആദ്യം ഡീറ്റെയിൽസ് പറയും. വീട്ടിൽ എവിടെ വെച്ചാ കുട്ടിയെ കാണാതായത്? ഗേറ്റിനടുത്ത് വെച്ചാ. ഈ രാത്രി ഗേറ്റിനടുത്ത് കുട്ടി എന്തിനു പോയി? ചോദിച്ചതിന് മറുപടി പറയേ. ഗേറ്റിനടുത്ത് ഈ രാത്രി 3-4 വയസ്സുള്ള ഒരു കുട്ടി എങ്ങനെ പോയി? സാർ, വെറുതെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നിൽക്കാതെ മോളെ കണ്ടുപിടിക്കാൻ വേഗം എന്താന്ന് വെച്ചാൽ ഒന്ന് ചെയ്യ്. പോലീസിന്റെ ഡ്യൂട്ടി നീ എന്നെ പഠിപ്പിക്കണ്ട. ഇങ്ങനെ തർക്കിച്ചു നിന്നാ മോളെ അവര് എവിടേക്കെങ്കിലും കൊണ്ടുപോകും. അതിനു മുമ്പ് സാറ് വേഗം ഒന്ന് അന്വേഷിക്കണം, പ്ലീസ്. അന്വേഷിക്കാം. അല്ല, അതെ, അരുൺ എന്നെ ഫോൺ ചെയ്തപ്പോ ഞങ്ങൾ മോളെ തിരക്ക് നടക്കുകയാണെന്നല്ലേ എന്നോട് പറഞ്ഞത്? അപ്പോ ആരെ ഈ കൂടെയുള്ള ഞങ്ങൾ? അത് എന്റെ ഏട്ടനും എല്ലാവരും ശ്രീകുട്ടി തിരക്കി നടക്കുക. വേഗം ശ്രീകുട്ടി രക്ഷിക്കാനുള്ള വഴിയൊന്ന് നോക്കണം. ഇതെന്റെ ഒരു അപേക്ഷയാണ്. ഓക്കെ, ഞാൻ ഇപ്പൊ എന്റെ ഡ്യൂട്ടി ചെയ്യാം. പക്ഷേ ശ്രീകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയെന്ന് അരുൺ പറഞ്ഞ കാര്യങ്ങളിൽ ചില ദുരൂഹതകളുണ്ട്. നമുക്ക് വീണ്ടും കാണാം. അതെല്ലാം നിന്നെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. ഇന്ന് നീ ശ്രീകുട്ടിയെ അശ്വതിയുടെ അടുത്തേക്ക് രഹസ്യമായി മാറ്റിയതാണോ എന്നും എനിക്കൊരു സംശയമുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.